മുൻ കൗൺസിലർ കൂടിയായിട്ടുള്ള സ്വാദിഷ് സത്യൻ ടെലിഫോണിൽ ചേരുകയാണ്. നമസ്കാരം. ഈ എന്താണ് ഇതിൽ സംഭവിച്ചത്, എങ്ങനെയാണ് ഈ തീപിടുത്തം ഉണ്ടായത് തുടങ്ങിയ കാര്യങ്ങൾ എന്തെങ്കിലും താങ്കൾക്ക് അറിയുമോ? നമസ്കാരം. ഇന്ന് വെളുപ്പിനോടുകൂടിയാണ് തീപിടുത്തം അവിടെ ഉണ്ടായത്. ജനങ്ങള് പരിഭ്രാന്തിപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വിവരം പുറത്തോട്ട് വരുന്നത്. കൂടാതെ ഈ കപ്പൽ ഈ കപ്പൽ മെയിൻ്റെയിൻ ശാലയിൽ ഇത്തരത്തിലുള്ള ഒരുപാട് പാരിസ്ഥിതിക പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. നിരന്തരം അവിടെ ബോട്ടിനും അതോടൊപ്പം തന്നെ ഇതുപോലുള്ള വള്ളങ്ങൾക്കൊക്കെ തീപിടിക്കുന്ന സാഹചര്യം എപ്പോഴും ഉണ്ടാകാറുണ്ട്. ഇപ്പോൾ തീ പൂർണ്ണമായിട്ടും അണഞ്ഞിട്ടുണ്ട്. എന്നാലും അന്തരീക്ഷ മലിനീകരണം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഇതിനു മുമ്പ് ഈ പ്രദേശത്ത് മറ്റ് കപ്പലുകൾക്കൊക്കെ തീപിടുത്തം ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ സ്ഥിരമായി ഇത് സംഭവിക്കാറുണ്ടോ? മത്സ്യബന്ധന യാനങ്ങൾ ഇതുപോലെ യാർഡുകളിൽ തീപിടിച്ച ആയിട്ടുണ്ട്. ഏകദേശം 6 മാസത്തിൽ 2 യാനങ്ങൾ തീപിടിച്ചിട്ടുണ്ട്. എന്താണ് താങ്കൾക്ക് മനസ്സിലാവുന്നത്? ഇതിലൊരു സുരക്ഷാ വീഴ്ച എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? കാരണം നമുക്കറിയാം, കുറച്ചു കാലങ്ങൾക്ക് മുൻപ് വരെ ഈ കപ്പലുമായി ബന്ധപ്പെട്ട് നിരന്തരം അപകട വാർത്തകളൊക്കെ നമ്മൾ കേൾക്കുന്നതായിരുന്നു. ഇപ്പോൾ ഈ തീപിടുത്തം, ഇന്നത്തെ ഈ സംഭവം തന്നെ വളരെ ആശ്വാസകരമാണ്. ഒന്നും സംഭവിച്ചിട്ടില്ല, ആളുകൾക്കൊന്നും ജീവഹാനി ഇല്ല എന്നുള്ളതൊക്കെ വളരെ ആശ്വാസകരമായ കാര്യം തന്നെയാണ്. പക്ഷേ ഇതെന്താണ് നിരന്തരം അങ്ങനെ സംഭവിക്കുന്നത്? അതിൽ എന്തെങ്കിലും ഒരു സുരക്ഷാ വീഴ്ച ഉണ്ടായതായി താങ്കൾക്ക് തോന്നുന്നുണ്ടോ? ബോട്ട് നിർമ്മാണ ശാലയും അതോടൊപ്പം തന്നെ ബോട്ടുകൾ മെയിൻ്റെനൻസ് ചെയ്യുന്ന സ്ഥലങ്ങളുമാണ് അവിടെ മെയിൻ ആയിട്ടുള്ളത്. ഇവിടെയൊക്കെയാണ് ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടാകാറുള്ളത്. അതിന്റെ കൃത്യമായിട്ടുള്ള കാരണം അന്വേഷണ വിധേയമായി കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. താങ്കൾ എപ്പോഴാണ് ഈ വിവരം അറിയുന്നത്? ഈ പൂർണ്ണമായിട്ട് ഇപ്പൊ തീ അണയ്ക്കാൻ പറ്റിയിട്ടുണ്ടല്ലോ അല്ലേ? അതെ, പൂർണ്ണമായിട്ട് ഇപ്പൊ തീ അണയ്ക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ആ സമയത്ത് ആ അറ്റകുറ്റപ്പണി നടത്താനൊന്നും ആളുകൾ അവിടെ ഉണ്ടാവാത്തത് കൊണ്ട് തന്നെ വലിയൊരു ദുരന്തം ഒഴിവായി അല്ലേ? അതെ 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 ജനങ്ങളിപ്പോഴും പരിഭ്രാന്തിയുടെ അന്തരീക്ഷത്തിലാണ്. കാരണം ഇത്തരത്തിലുള്ള തീപിടുത്തങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും അന്തരീക്ഷ മലിനീകരണം അടക്കം ഉണ്ടാകുന്ന സാഹചര്യത്തിൽ ഇതിനൊക്കെ കൃത്യമായിട്ടുള്ള അന്വേഷണം ആവശ്യമാണ്. എന്തുകൊണ്ട് ഇത്തരത്തിൽ തീപിടിക്കുന്നു എന്നതിനെ കുറിച്ചൊരു സമഗ്ര അന്വേഷണം ആവശ്യമാണ്. ഒരു കാര്യം കൂടി, താങ്കളുടെ പ്രദേശം ഈ സ്ഥലവുമായി തൊട്ടടുത്ത് എങ്ങനെയെങ്കിലും ആണോ? ഈ തീപിടുത്തവുമായി ബന്ധപ്പെട്ടിട്ട് ഇപ്പോൾ എന്താണ് അവിടെ ഈ പരിസരത്തൊക്കെ വലിയ അന്തരീക്ഷ മലിനീകരണം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? ഇപ്പോൾ സാഹചര്യങ്ങൾ നിയന്ത്രണാതീതമാണെങ്കിൽ പോലും പുകപടലങ്ങളും കാര്യങ്ങളൊക്കെ ഇപ്പോൾ നിലനിൽക്കുന്നു. ശരി, വളരെ നന്ദി പ്രതികരിച്ചതിന്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.